ഹായ് മക്കളെ, മായൂർ സാറടാ. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ തുടക്കം മുതൽ അവസാനം വരെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യടാ, അതൊരു ചെറിയ നോട്ട്ബുക്കിലേക്ക് എന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാ, എഴുതി പോവാ. സോ നമുക്ക് ആദ്യം തന്നെടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ നോക്കിക്കോടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഫുള്ള് എന്താ ഇതൊക്കെ തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. സോ അതിന് മനസ്സിലാക്കേണ്ട എന്തുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാ, പഠിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലെ. എല്ലാ ടൈപ്പും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ട് എവിടുന്നേ ഉള്ളൂ ഈ സെക്ഷൻ അവസാനിക്കുകയുള്ളൂ കേട്ടോ. സോ നോക്കിക്കോടാ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ഹൈഡ്രോ കാർബണിന്റെ ഘടന നൽകിയിരിക്കുന്നു. CH3 CH CH3 CH2 CH CH3 CH2 CH3. റെഡിയാണോ? സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. ഹൗ മെനി കാർബൺ ആറ്റം ആർ ദേർ ഇൻ ദ മെയിൻ ചെയിൻ? അതായത് മെയിൻ ചെയിനുകളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. റെഡിയാണോടാ? സോ മെയിൻ ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചെയിൻ അല്ലടാ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് ചെയിൻ അഥവാ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ എത്ര കാർബൺ ഉണ്ടാ? 1 2 3 4 5 6. സോ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ എത്രടാ? 6 ഉണ്ട്. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഐഡന്റിഫൈ ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. ശാഖകളുടെ പൊസിഷൻ നമ്പർ കണ്ടെത്തുക. സോ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളടാ, ഏതാ പൊസിഷൻ നമ്പർ എങ്ങനെ കണ്ടെത്തുക? ലോവസ്റ്റ് നമ്പർ കൊടുക്കണ്ടേ? സോ പൊസിഷൻ എന്ത് കൊടുക്കണടാ? ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. എങ്കിൽ മാത്രമേ എന്തുള്ളൂ, IUPAC റൂള് ഒബേ ചെയ്യാൻ പാടുകയുള്ളൂ. സോ നോക്കിക്കോടാ, ഞാൻ ഇങ്ങനെ എണ്ണാൻ വേണ്ടി പോട്ടോടാ. 1 2 3 4 5 6 അല്ലേ. ഞാൻ ഇങ്ങനെ എണ്ണ സമയത്ത് എനിക്ക് ബ്രാഞ്ച് എത്രയും കിട്ടിയടാ? 2 കിട്ടി. അതുപോലെ തന്നെ എത്രയും കിട്ടിയടാ? 4 കിട്ടി. ഞാൻ ഇനി വേറെ രീതിയിൽ എണ്ണാൻ വേണ്ടി പോട്ടോടാ. നോക്കിക്കോ 1 2 3 4 5 6. ഞാൻ തിരിച്ചെണ്ണ സമയത്ത് എനിക്ക് ബ്രാഞ്ച് എത്രാമത്തെ കിട്ടിയടാ? 3 കിട്ടി. അതുപോലെ തന്നെ എത്രാമത്തെ കിട്ടിയടാ? 5 കിട്ടി. സോ അതിൽ നിങ്ങൾ മനസ്സിലാക്കണത്രയുള്ളടാ, ശാഖകൾക്ക് അഥവാ ബ്രാഞ്ചിന് എന്ത് കിട്ടണടാ? ലോവസ്റ്റ് നമ്പർ കിട്ടണം. സോ അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണടാ 2,4. സോ ദ പൊസിഷൻ നമ്പർ എത്രടാ? 2,4. ക്ലിയർ ആണോടാ? 2,4. ഈ സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. അതായത് IUPAC പേര് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് കിട്ടിയടാ എത്ര കാർബൺ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ 6 കാർബൺ ഉണ്ട്. അതിൽ 2ലും 4ലും എന്ത് വരുന്നത് മക്കളെ? ബ്രാഞ്ച് അഥവാ ശാഖകൾ വരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്രയുള്ളൂ, വേർഡ് റൂട്ട് അഥവാ പദമൂലത്തിന് മുമ്പാണ് മക്കളെ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചും ആ ബ്രാഞ്ചിന്റെ പേര് എഴുതാൻ പാടുകയുള്ളൂ അല്ലെ. വേർഡ് റൂട്ടിന് ശേഷമാണെന്ത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷനും ഡബിൾ ബോണ്ടിന്റെ പേരും അതുപോലെ തന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനും ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് എഴുതാൻ പാടുകയുള്ളൂ. സോ മക്കൾ നോക്കിക്കോടാ, ഇവിടെ ആര് മാത്രമുള്ളടാ? ബ്രാഞ്ച് മാത്രമുള്ളൂ. സോ പദമൂലത്തിന് മുമ്പല്ല ഇതിൻ്റെത്. ശരിയാണ്. സോ നോക്കിക്കോടാ 2,4. മക്കളെ എത്ര CH3 ഇടാ? 2 CH3 ഇല്ലേ. സോ നമ്മൾ എന്ത് പറയടാ? ഡൈ ഉപയോഗിക്കും അല്ലെ. 3 CH3 നമ്മൾ എന്ത് പറയും? ട്രൈ ഉപയോഗിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 2,4 മക്കളെ CH3 അല്ലടാ, അവനെ പറയുന്ന പേരെന്താടാ? മീഥൈൽ. 2,4 ഡൈ മീഥൈൽ. എത്ര കാർബൺ? 6 കാർബൺ. ഹെക്സ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. റെഡിയാണോടാ? റെഡിയാണോ? സോ ഇതാണ് മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ അല്ലടാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. റെഡിയാണോ? ഇത് നോക്കിക്കോട്ടെ. സം ഇൻഫോർമേഷൻ അബൌട്ട് an organic compound is given അല്ലേ. ഇറ്റ് ഹാസ് 3 കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ അല്ലേ. അതായത് ഒരു കാർബൺ ആറ്റം ഉണ്ട് മക്കളെ. 3 കാർബൺ ആറ്റം ഉണ്ടടാ മെയിൻ ചെയിനിൽ. 1 കാർബൺ ആറ്റം, 2 കാർബൺ ആറ്റം, 3 കാർബൺ ആറ്റം. സോ 3 കാർബൺ ആറ്റം മക്കളെ മെയിൻ ചെയിനിലുണ്ട്. ഇറ്റ് ഹാസ് an ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലേ. ഒരു OH ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏത് കാർബൺ മേടാ? രണ്ടാമത്തെ കാർബൺ മേലടാ. സോ രണ്ടാമത്തെ കാർബൺ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാ? ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റെഡിയാണോ? സോ അങ്ങനെ പേര് കൊടുക്കടാ. എത്ര അല്ലെ? ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് അല്ലെ. ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 3 ഹൈഡ്രജൻ. 1 2 3 അല്ലെ. ഇവിടെ എത്ര ഉണ്ടാവും? 1 ഹൈഡ്രജൻ ഉണ്ടാവും അല്ലെ. 1 മാത്രമേ ഉള്ളൂ. ഇവിടെ 3 ഹൈഡ്രജൻ ഫില്ലപ്പ് ആക്കണം. കാരണം കാർബണിന്റെ ബാലൻസി എത്രയാ മക്കളെ? 4 ആണ് കാർബണിന്റെ ബാലൻസി. റെഡിയാണോടാ? റെഡിയാണോ? സോ നോക്കിക്കോ. അപ്പൊ നമ്മളത് കഴിഞ്ഞു. സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു മക്കളെ. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്ര സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര കാർബൺ ഉണ്ടോ, എത്ര ഹൈഡ്രജൻ ഉണ്ടോ, എത്ര ഓക്സിജൻ ഉണ്ടോ. സോ എത്ര കാർബൺ ആറ്റം ഉണ്ട് മക്കളെ? 1
1 2 3 അല്ലേ 3 കാർബൺ ആറ്റം. സോ 3 കാർബൺ ആറ്റം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 6 7 8 അല്ലേ 8 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഉണ്ട് കുഞ്ഞോ? 1 ഓക്സിജൻ. റെഡിയാണോ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഫങ്ഷണൽ ഐസോമർ ആൻഡ് IUPAC നെയിം ഓഫ് ദ ഐസോമർ. മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോടാ ഫങ്ഷണൽ ഐസോമർ, അതായത് OH ന് ഫങ്ഷണൽ ഐസോമർ കാണിക്കുന്നത് ആരാ മക്കളെ? ഈതർ ആണടാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് കൺസെപ്റ്റ്, ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു OH ന് സിമിലർ ആയിട്ടുള്ള ഫങ്ഷണൽ ഐസോമർ ആരാടാ? ഈതർ ആണ്. അതുപോലെ തന്നെ മക്കളെ CHO ക്ക് സിമിലർ ആയിട്ടുള്ള ഫങ്ഷണൽ ഐസോമർ ആരാടാ? കീറ്റോൺ ആണ്. അതുപോലെ തന്നെ COH എന്ന് പറഞ്ഞ കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഐസോമർ ആരാടാ? എസ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ മക്കളെ ഇവിടെ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പടാ? OH അഥവാ ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പാ. സോ ഓന്റെ സിമിലാരിറ്റി കാണിക്കുന്ന ഓന്റെ അതേ ഫങ്ഷണൽ ഐസോമർ ആരാടാ? ഈതർ ആണ്. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ ഇതിന്റെ പേര് നോക്കിക്കോട്ടോടാ. ഇതിന്റെ പേര് നോക്കിക്കോ. CH3 CH2 O CH3. മക്കളെ ഇനി നമ്മൾ എന്ത് നോക്കണടാ? റൈറ്റ് ദ മോസ്റ്റ് സ്ട്രക്ചറൽ ഫോർമുല എഴുതി അല്ലേ? IUPAC നെയിം ഓഫ് ദിസ് ഐസോമർ. റെഡിയാണോ? IUPAC പേര് എഴുതാൻ വേണ്ടി പറയാ. റെഡിയാണോ? എടാ ഇവിടെ ആരാടാ? O ആരാടാ? CH3 അറ്റാച്ച് ചെയ്തത് അല്ലേ? ഓന്റെ അപ്പുറത്ത് CH3 CH2 ഉണ്ട്. ഓന്റെ അപ്പുറത്ത് ആരാണ്ട്? വെറും CH3 ഉണ്ട്. അങ്ങനെ മക്കളെ ഈതറിന്റെ പേര് എങ്ങനെ എഴുതാ? O മക്കളെ ഓക്സി എന്ന് പറയും. ഓൻ നമ്മൾ എന്ത് പറയും? ഓക്സി എന്ന് പറയും. ഓക്സി ഗ്രൂപ്പ്, ഓക്സി എന്ന് പറയും സഫിക്സ്. റെഡിയാണോ? അപ്പൊ O ആരുമായിട്ട് കണക്ട് ചെയ്യടാ? ലോവസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റമായിട്ട് കണക്ട് ചെയ്യാ. സോ ഇവിടെ ആരാടാ? CH3 മാത്രല്ലേ? നമ്മൾ എന്ത് പറയടാ? മെത്തോക്സി. എടാ CH3 CH2 പറയുന്ന പേരെന്താടാ? ഈഥൈൻ അല്ലടാ, മെത്തോക്സി ഈഥൈൻ. ഇതായിരിക്കും മക്കളെ ഏതിന്റെടാ? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം അല്ലേ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഫങ്ഷണൽ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. OH ന്റെ സിമിലാരിറ്റി കാണിക്കുന്ന ഫങ്ഷണൽ ഐസോമർ അവിടെ എഴുതി, സ്ട്രക്ചറൽ ഫോർമുല എഴുതി. അതിനുശേഷം എന്താണ്? റൈറ്റ് IUPAC നെയിം ഓഫ് ദി ഐസോമർ. ആ ഒരു സ്ട്രക്ചറൽ ഐസോമർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ IUPAC നെയിം ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ. റെഡിയാണോ? റെഡിയാണോടാ? റെഡിയാണോ? സോ നോക്കിക്കോ, ഇവിടെ O ന്റെ അപ്പുറത്താട് മാത്രമേ ഉള്ളൂ CH3 ഉണ്ട്. ഒറ്റ CH3 ഉള്ളൂ. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ മക്കളെ CH3 CH2 ഉണ്ട്. അവിടെ 2 കാർബൺ ഉണ്ട്. മറ്റൊരുത്ത് എത്ര കാർബൺ ഉള്ളൂ? ഒരൊറ്റ കാർബൺ ഉള്ളൂ. മനസ്സിലാക്കേണ്ട ഒരൊറ്റ ടോപ്പിക് മാത്രമേ ഉള്ളൂ. O കൂടെ അറ്റാച്ച് ചെയ്യുന്നത് മക്കളെ ആര് മാത്രമുള്ള? ചെറിയ നമ്പർ അഥവാ ലോവസ്റ്റ് നമ്പർ ആണ് മക്കളെ O ന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ ഓന്റെ പറയുമ്പോൾ എന്തായിരുന്നു? ഓക്സി എന്ന് പറയും. സോ ഇവിടെ ആരാടാ? വെറും CH3 മാത്രല്ലേ? സോ അതിന് നമ്മൾ എന്ത് പറയും? മിത്തോക്സി. തൊട്ടപ്പുറത്ത് ആരാടാ? ഈഥൈൻ. മിത്തോക്സി ഈഥൈൻ എന്ന് പറയും. റെഡിയാണോ? റെഡിയാണോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ ആൽക്കീൻ ഏതാണ്? അല്ലെ? എടാ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. എടാ ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ആരാടാ? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ യെസ്, വെരി ഗുഡ്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഡബിൾ ബോണ്ട് ഉള്ളവനെ പറയുന്ന പേരാണ് ആൽക്കീൻ എന്ന് പറയും. റെഡിയാണോ? ഈ തന്നിരിക്കുന്ന ഒരു തന്മാത്ര സൂത്രപദ മോളിക്കുലാർ ഫോർമുലയിൽ എത്ര ഉണ്ട് മക്കളെ? ആൽക്കീൻ കാറ്റഗറി കാണിക്കുന്നത് ആരെല്ലാമാണ്? എടാ ആൽക്കീന ജനറൽ ഫോർമുല എന്താടാ? CnH2n ആണ് മക്കളെ ആൽക്കീന ജനറൽ ഫോർമുല. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ നോക്കടാ. C2H6. എടാ 2 ഡബിൾ ആരടാ? 6. സോ 2 ഡബിൾ 6 4. അതായിരിക്കണല്ലേ കിട്ടിയത്. പക്ഷെ ഇവിടെ എത്ര കിട്ടിയത്? 6 കിട്ടി. അപ്പൊ ഇതെല്ലാം മനസ്സിലായി മക്കളെ. C2H4 നോക്കിക്കോ. 2 ഡബിൾ ആരടാ? 4. യെസ്, വെരി ഗുഡ് മക്കളെ. C2H4 ആൽക്കീൻ കാറ്റഗറിയാ. മക്കളെ നെക്സ്റ്റ് നോക്കിക്കോ. C2H2. 2 ഡബിൾ ആരടാ? അല്ലേ 4 അല്ല കിട്ടിയിട്ട് 2 അല്ല മക്കളെ. നെക്സ്റ്റ് നോക്കിക്കോ. 1 ഡബിൾ ആര 2 അല്ല കിട്ടിയിട്ട് CH4. അപ്പൊ അതുമല്ല മക്കളെ. ഉത്തരം ആരാടാ? C2H4 മക്കളെ ആൽക്കീൻ കാറ്റഗറിയിൽ പെടുന്നത്. കാരണം അതിന്റെ ഫോർമുല എന്താടാ? CnH2n മക്കളെ ആൽക്കീന്റെ ഫോർമുല. N എത്രയാണോ കാർബണിന്റെ N എത്രയാണോ അതിന് ഡബിൾ ആയിരിക്കണം ഹൈഡ്രജൻ എങ്കിൽ മാത്രമേ അത് ഏത് കാറ്റഗറി ഉണ്ടാവുള്ളൂടാ? ആൽക്കീൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടാവുള്ളൂ. റെഡിയാണോടാ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിലെ ഈ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ. റെഡിയാണോടാ? സോ നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ? സെറ്റ് ആണോടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഡിയാണോ? എന്തായിരിക്കും ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൽക്കൈൻ ഈസ് ഗിവൺ. അപ്പൊ മക്കളെ ഇത് ആൽക്കൈനാണ് നമുക്ക് മനസ്സിലാവുക. അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായത് എന്താടാ? അതൊരു ആൽക്കീൻ ആണ് മനസ്സിലായത്. റെഡിയാണോ? ഞാൻ അങ്ങനെ നോക്കിക്കോ. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്? മക്കളെ മോളിക്കുലാർ ഫോർമുല തന്മാത്ര സൂത്രം എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കിക്കോ. 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ അല്ലെ? 4 കാർബൺ ഉണ്ട്.
നൈട്രജൻ നോക്കിക്കോ 1 2 3 4 5 6 വെരി ഗുഡ്. എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 6 ഹൈഡ്രജൻ ഉണ്ട്. റെഡിയാണോ? ഇത് IUPAC നെയിം. എടാ IUPAC നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. സോ മക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ട, IUPAC നെയിം എഴുതുന്ന സമയത്ത് എടാ ഒരൊറ്റ ഐഡിയ വേണം. എടാ ഡബിൾ ബോണ്ട് അഥവാ ട്രിപ്പിൾ ബോണ്ടോ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കണം? എടാ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം അല്ലേ? ലോവസ്റ്റ് നമ്പർ കൊടുക്കാത്തത് തെറ്റാണ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എടാ മൾട്ടിപ്പിൾ ബോണ്ടോ ബ്രാഞ്ചുകളോ മറ്റേ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ലോവസ്റ്റ് നമ്പർ കൊടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. റെഡിയാണോ? അപ്പൊ മക്കളെ ഇവിടെ ബ്രാഞ്ച് ഇല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല, പക്ഷെ മൾട്ടിപ്പിൾ ബോണ്ട് ആയ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ത്രിബന്ധനമുണ്ട്. എടാ ത്രിബന്ധനത്തിന് എന്ത് കൊടുക്കണം? എടാ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം, ചെറിയ നമ്പർ കൊടുക്കണം. റെഡിയാണോ? അപ്പൊ നോയിക്കോട്ടെടാ, ഞാൻ ഇങ്ങനെ എണ്ണാൻ വേണ്ടി പോവാ 1 2 3 4. റെഡിയാണോ? എടാ ഇങ്ങനെ സമയത്ത് ട്രിപ്പിൾ ബോണ്ടിന് എത്ര കിട്ടിയടാ? 1 എന്ന് കിട്ടി. പൊസിഷൻ നമ്പർ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. റെഡിയാണോ? സോ അങ്ങനെ മക്കൾ ഇതിന്റെ പേര് എങ്ങനെ എഴുതടാ? പേര് പറയടാ. IUPAC നെയിം. എത്ര കാർബൺ ഉണ്ടാ? 4 കാർബൺ ഉണ്ട്. ബ്യൂട്ട് എന്ത് കൊടുക്ക? 1 YNE. അല്ലെ നമുക്ക് എങ്ങനെ പറയടാ? ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. റെഡിയാണോടാ? റെഡിയാണോ? ഐഡിയ കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ക്വസ്റ്റിനെയും അപ്രോച്ച് ചെയ്യേണ്ട വിധം. ഫസ്റ്റ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാർ ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഐഡിയ കിട്ടിയേക്കും മക്കൾക്ക് അല്ലേ? മക്കളെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയിലുണ്ടാവില്ല, രണ്ടാമത്തും അറിയുണ്ടാവില്ല, മൂന്നാമത്തെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയേക്കും. മക്കളെ ആ ഐഡിയ കിട്ടിയാൽ മതിടാ, അവിടെ കിട്ടിയാൽ മതിടാ, ആ ഫസ്റ്റ് ഐഡിയ കിട്ടിയാൽ മതി. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണടാ? ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അപ്രോച്ചിന്റെ അളവ് എന്ത് ചെയ്യൂടാ? കൂടുതലാവും. റെഡിയാണോ? ഒരൊറ്റ വട്ടം കിട്ടിയ എപ്പം നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് നിർത്തി പെരി പോയി കടന്നുറങ്ങി കഴിഞ്ഞാൽ കാലാകാലം പിന്നെ കടന്നുറങ്ങേണ്ടി വരും. റെഡിയാണോ? അങ്ങനെ കടന്നു തുടങ്ങിയിട്ട് കാര്യമുണ്ടോ നമുക്ക്? ഇല്ല. മക്കൾ എന്ത് ചെയ്യണടാ? വീണ്ടോടുത്ത് ഇല്ലേ, എവിടെയാണോ വീണത് ആ വീണോടത്ത് നിന്ന് എണീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യണടാ? ഉത്തരങ്ങൾ കണ്ടെത്തണം. എവിടെയാണോ നമ്മുടെ വീക്ക്നെസ് ആ വീക്ക്നെസ് നമ്മൾ എന്താക്കി എടുക്കടാ? മെറിറ്റ് ആക്കി എടുക്കണം. റെഡിയാണോ? എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ടാവും. ഇപ്പൊ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടാവും, ഇങ്ങക്കൊരു വീക്ക്നെസ് ഉണ്ടാവും, ഈ കാണുന്ന ഓരോ കുട്ടികൾക്കും ഉണ്ടാവും ഒരു വീക്ക്നെസ് ഉണ്ടാവും. ആ വീക്ക്നെസ്സിനെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യും? ആ വീക്ക്നെസ്സിനെ എന്ത് ചെയ്യടാ? മെറിറ്റുകളാക്കിക്കൊണ്ടേ നിൽക്കണം. ഫസ്റ്റ് കിട്ടണം എന്നില്ല, പെട്ടെന്ന് മെറിറ്റ് ആവണം എന്നുണ്ടാവില്ല, പക്ഷെ എന്താടാ? ഓരോ ഘട്ടമായിട്ട് എന്ത് ചെയ്യൂടാ? മെറിറ്റ് ആക്കി പോണം. റെഡിയാണോടാ? റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ ഫുൾ എനർജറ്റിക് ആയിട്ട് ഫുൾ പവറോടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയല്ലടാ? നോക്കിക്കോളിടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളി. ഓക്കെ അല്ലടാ? ഓക്കെ നോക്കിക്കോ. എടാ ഇതിലൊരു നല്ലൊരു ചരിത്രം ഉണ്ട്, നോക്കിക്കോ. സാഗർ എന്നെ മിത്രത്തിനെ നിനക്കറിയൂ. സാഗർ എന്ന മിത്രത്തിനെ നിനക്കറിയൂ, ജാഖി എന്ന ശത്രുവിനെ നിനക്കറിയില്ല അല്ലേ? എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, നിങ്ങളെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവൂടാ. നിങ്ങളെ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആവും, തിക്നെസ് ആയിരിക്കും. പരീക്ഷ സമയത്ത് എടാ ഇത് പഠിച്ചു ചോദിച്ചു, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഇവിടെ ഉറങ്ങായിരിക്കും പറയും. പക്ഷെ അങ്ങനെ ആയിരിക്കോ? അല്ല, അവരൊക്കെ എന്തുണ്ടാവൂടാ? ഈ രാത്രി സമയങ്ങളിൽ ഉറക്കൊഴിച്ചിട്ടൊക്കെ ഇരുന്നുണ്ടാവൂടാ, പഠിച്ചിട്ടുണ്ടാവും അവിടെ. റെഡിയാണോ? പക്ഷെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങാണ് അറിയും. പക്ഷെ പരീക്ഷ അല്ലേ, ആ പരീക്ഷ വരുന്ന സമയത്ത്, എക്സാം പേപ്പർ കിട്ടുന്ന സമയത്ത് എടാ ഓർക്കൊക്കെ നല്ല സ്കോർ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യൂടാ? ദുഃഖിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ടാ മക്കളെ ഞാൻ പറയുന്നടാ, ദുഃഖിച്ചിരിക്കാതെ ക്ലാസ്സിക്ക് വരൂടാ. ക്ലാസ് അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി മാക്സിമം ഡൗട്ട് കാര്യങ്ങൾ കമന്റ് ആക്കി അറിയപ്പെട്ടോളി. എല്ലാ സംവിധാനം മക്കളെ മെന്ററിൽ കൂടെ ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. CH4 C2H6 C3H8 and C4H10 are the members of homologous series. Okay, what is the molecular formula of sixth member of the series? ആറാമത്തെ മെമ്പർ ഇതിന്റെ സീരീസിന്റെ മോളിക്കുലർ ഫോർമുല നോക്കിക്കോ മക്കളെ. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 10ാം ക്ലാസ്സിന്റെ ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നോക്കിക്കോ, ചെയ്ത് നോക്കാം നമുക്ക്. എടാ CH4 C2H6 C3H8 C4H10 മക്കളെ. അങ്ങനെയാണ് മക്കളെ അഞ്ചാമത്തെ മെമ്പർ എന്തായിരിക്കും? പറയടാ. C5 മക്കളെ. 4 6 8 10 പറയടാ 12. അപ്പൊ ആറാമത്തെ നമ്പർ എന്തായിരിക്കും? C6H14. റെഡിയാണോ? അങ്ങനെ മക്കളെ സിക്സ് മെമ്പർ ഓഫ് ദ സീരീസ് എന്തായിരിക്കും? C6H14. റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ദ ഹോമോലോഗസ് സീരീസ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ആൽക്കൈൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്.
റെഡിയാണോ? എടാ ആൽക്കീൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കടാ? എൻ എത്രയാണോ അതിന് ഡബിൾ ആയിരിക്കും ആരുടെ ഹൈഡ്രജൻ എന്ന് നമ്മൾ ആൽക്കീനിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആൽക്കൈൻ AN ആണ് മക്കൾ. എന്താണ്? എൻ എത്രയാണോ അതിന് ഡബിൾ +2 അതാണ് മക്കളെ ആൽക്കൈൻ. ആൽക്കൈൻ അഥവാ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് CnH2n -2. എൻ എത്രയാണോ അതിന്റെ ഡബിൾ ഹൈഡ്രജൻ അതിന് 2 കുറച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? YnE കാറ്റഗറി കിട്ടും. റെഡിയാണോ? സോ അങ്ങനെയാണ് ഈ മക്കളെ ജനറൽ ഫോർമുല. ആരുടെ ജനറൽ ഫോർമുല? ഈ ഒരു ഹോമോലോഗ സീരീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ജനറൽ ഫോർമുല എത്രയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ. എടാ 5ന്റെ ഡബിൾ ആരാടാ? 10. 10ക്ക് 2 കൂട്ടിയാലല്ലേ 12 കിട്ടുക. എടാ 2 കൂട്ടുന്നത് ആരാടാ? ANE ആണോ ENE ആണോ YnE ആണോ? വെരി ഗുഡ്, ANE ആണ്. സോ അങ്ങനെയാണ് മക്കളെ ഹോമോലോഗ സീരീസിന്റെ ജനറൽ ഫോർമുല എന്താ? CnH2n +2. റെഡിയാണോടാ? റെഡിയാണോ? ഐഡിയ കിട്ടിയോ? സെറ്റ് ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യലെന്നാ പോയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോരി. വരി മക്കളെ, 2 ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടനവാക്യം നൽകിയിരിക്കുന്നു അല്ലെ? ഇവിടെ നോക്കിക്കോളൂടാ. CH3O CH2 CH3 CH3 CH2 CH2 OH. മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. Why the IUPAC name of first compound? മക്കളെ ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ IUPAC നാമമാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ കമന്റ് ബോക്സ് ആയിട്ട് മക്കൾ ഇതിന്റെ പേര് അറിയിച്ചോളി. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഞാൻ എന്ത് ചെയ്തു? ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. മക്കൾ കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഉത്തരം അറിയിക്കുക. റെഡിയാണോ? These 2 organic compound are isomers. Why? ഇതൊരു 2 ഓർഗാനിക് കോമ്പൗണ്ട് A എന്ന് പറഞ്ഞിട്ടും ഈ 1 എന്ന് പറഞ്ഞിട്ടും 2 എന്ന് പറഞ്ഞിട്ടും ഫങ്ഷണൽ ഐസോമർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ആർ ദ ഐസോമേഴ്സ്? യെസ് ആണ്. കാരണം അവരെന്താ മക്കളെ? ഫങ്ഷണൽ ഐസോമർ ആണ്. കാരണം OHന് സിമിലാരിറ്റി കാണിക്കുന്ന ഐസോമർ ആരടാ? ഈതറാണ് അഥവാ O ഗ്രൂപ്പ് ആണ്. സോ അങ്ങനെ മക്കളെ ഒന്നാമത്തിന്റെ മോളിക്കുലർ ഫോർമുല എത്രടാ? എത്ര കാർബൺ ഇടാ? 3 കാർബൺ. എത്ര ഹൈഡ്രജൻ ഇടാ? 3 3 6 7 8 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഇടാ? 1 ഓക്സിജൻ. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ രണ്ടാമത്തെ നോക്കിക്കോ. എത്ര കാർബൺ ഉണ്ടാ? 3 കാർബൺ. എത്ര ഹൈഡ്രജൻ? 3 4 5 6 7 8 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. റെഡിയാണോ? രണ്ടാളുടെയും മോളിക്കുലാർ ഫോർമുല അതായത് തന്മാത്ര സൂത്രം എന്താടാ? ഒരേപോലെ ആയിരിക്കും. ഓക്കെ അല്ലേ? രണ്ടാളുടെയും തന്മാത്ര സൂത്രം മോളിക്കുലാർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ അവർ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ ദേ ആർ കോൾഡ് വാട്ടടാ? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമത്തെ ഉത്തരം റെഡിയായി. മൂന്നാം ടൈപ്പ് ഐസോമറിസം ഈസ് എക്സിബിറ്റഡ് ഹിയർ. ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഏതായിരിക്കും മക്കളെ? ഫങ്ഷണൽ ഐസോമറിസം ആണ് ഇവിടെ ഉള്ളത്. റെഡിയാണോ? സോ മൂന്നാമത് നോക്കിക്കോ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട്. എടാ രണ്ടാമത്തെ കോമ്പൗണ്ട് ആരാടാ? CH3. രണ്ടാമത്തെ കോമ്പൗണ്ട് എടുത്ത് ചെയ്താ CH3 CH2 CH2 OH. റെഡിയാണോ? സോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ CH3 CH2 OH. റെഡിയാണോ? ഇതാണ് രണ്ടാമത്തെ കോമ്പൗണ്ട്. മക്കളെ ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഐസോമർ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ അങ്ങനെയാണ് പൊസിഷൻ ഐസോമറിൽ ചോദിച്ചിട്ടുള്ളത്. പൊസിഷൻ ഐസോമറിസം ചോദിച്ചിട്ടുള്ളത്. റെഡിയാണോ? എടാ പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫങ്ഷണൽ ഗ്രൂപ്പ് OHന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുന്ന ഐസോമേഴ്സിനെ പറയുന്ന പേരാണടാ പൊസിഷണൽ ഐസോമറിസം. അങ്ങനെ മക്കളെ ഇങ്ങോട്ട് നോക്കിക്കോടാ. നോക്കിക്കോ. 1 2 3. മക്കളെ OH അറ്റാച്ച് ചെയ്ത കാർബൺ ഏതാടാ? ഫസ്റ്റ് കാർബൺ അല്ലടാ. അങ്ങനെയാണെടാ OHന്റെ പൊസിഷൻ മാറ്റി കൊടുക്കല്ലേ. എടാ ഒന്നാമത്തിമേലടാ OH അറ്റാച്ച് ചെയ്ത് ഞാൻ OHന്റെ പൊസിഷൻ മാറ്റി കൊടുക്കില്ലേ? പറയടാ എത്രാമത്തിമേ? യെസ് വെരി ഗുഡ്. രണ്ടാമത്തിമേ ഇട്ട് കൊടുക്കുക. CH3 CHOH CH3. റെഡിയാണോ? കാരണം നോക്കിക്കോ മക്കളെ, ഇവിടെ ഒന്നാമത്തിമായിരുന്നു OH. ഇപ്പൊ മക്കളെ ഞാൻ 2 വെച്ചോടാ. രണ്ടാമത്തിമ OH ആയി മാറി. സോ OHന്റെ അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി. സോ ആർ കോൾഡ് എന്ത് ഐസോമർടാ? പൊസിഷണൽ ഐസോമേഴ്സ്. റെഡിയാണോ? സോ ഈ പൊസിഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മൾ എന്ത് പറയടാ? പൊസിഷണൽ ഐസോമറിസം എന്ന് പറയും. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കലടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളിട്ടോടാ. നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒന്നാമത്തെ തന്നിട്ടുണ്ട് CH3 CH2 CH2 CH3 CH3 CH2 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 OH CH3 CH2 O CH2 CH3 CH3 CH2 CH3. റെഡിയാണോ? സോ ഇതൊരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കാം മക്കളെ. ഐഡന്റിഫൈ ദ ഐസോമർ പെയർ ഇൻ ദ ഗിവൺ ഫോളോവിങ് കോമ്പൗണ്ട്. റെഡിയാണോ? തന്നിരിക്കുന്ന 1 2 3 4കളില് ഏതായിരിക്കും മക്കളെ ഫങ്ഷണൽ ഐസോമർ കാണിക്കുന്ന കാറ്റഗറിയിലെ? ഫങ്ഷണൽ പറഞ്ഞിട്ടില്ല, ഐസോമർ പെയർ എന്ന് ഉദ്ദേശിക്കുന്നത്.
എടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു OH എന്ന് പറഞ്ഞിട്ടുള്ളവനക്ക് ആരുമായിട്ടടാ പ്യാരി പ്യാരി ചെയ്യുന്നത്, ആരുമായിട്ടടാ ഈതറുമായിട്ടല്ലേ. എടാ OH ന് ഫങ്ഷണൽ ഐസോമർ കാണിക്കുന്നത് ആരടാ? ഈതർ അല്ലടാ. OH ന് സിമിലാരിറ്റി കാണിക്കുന്നത് ആരടാ? ഈതർ അല്ലടാ, O അല്ലേ. സോ OH ഉം O യും ഉള്ളത് ഏതായിരിക്കും മക്കളെ? യെസ്, 2 ഉം 3 ആണ്. സോ അങ്ങനെ മക്കളെ ഒന്നാമത്തെ ഉത്തരം കിട്ടിയടാ 2 and 3. റെഡിയാണോ? നെയിം ദ ഐസോമറിസം. ഏതായിരിക്കും മക്കളെ ഈ ഐസോമറിസം? പറയടാ. ചെയിൻ ആണോ, പൊസിഷൻ ആണോ, മെറ്റാമറിസം ആണോ? അല്ല. ഏതായിരിക്കും മക്കളെ? യെസ്, വെരി ഗുഡ്, ഫങ്ഷണൽ ഐസോമറിസം. എന്തായിരിക്കും മക്കളെ? ഫങ്ഷണൽ ഐസോമറിസം. റെഡിയാണോ? സോ ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട് എ? എടാ ഒന്നാമത്തെ കോമ്പൗണ്ട് എടുത്തു. ഓക്കെ അല്ലേ? ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിന് എത്ര ഐസോമറിസം പോസിബിൾ ആടാ? ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കോ, CH3 CH2 CH2 CH3. റെഡിയാണോ മക്കളെ? ഇതിന്റെ ചെയിൻ മാറ്റി കൊടുത്തൂടെ അല്ലെ? ഇതിന്റെ ചെയിൻ ഇങ്ങനെ വന്നൂടെ? നോക്കിക്കോ, CH3 CH3. റെഡിയാണോ? സോ ഒരു ചെയിനായി മാറി. സോ എത്ര ഐസോമർ ഉള്ളൂ? മാക്സിമം എത്ര പറ്റുള്ളൂടാ? 2 ഉള്ളൂ കേട്ടോ. പറ്റുക. റെഡിയാണോ? 1 2. റെഡിയാണോ? ക്ലിയർ ആണോ? ഐഡിയ കിട്ടിയോ മക്കളെ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കിക്കോ, അന്തം മുട്ടിക്കരുത്. ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാ? ക്ലാസ്സുകളിൽ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ? മാക്സിമം എന്ത് ചെയ്യടാ? ക്ലാസ് അറ്റൻഡ് ചെയ്യാ. റെഡിയാണോടാ? ഒറ്റ മിനിറ്റ്, ഒരൊറ്റ സെക്കൻഡ് കേട്ടോ, ഒറ്റ സെക്കൻഡ്. ഓക്കെ അല്ലേടാ? ഓക്കെ. സോ മക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ മാക്സിമം നോക്കാൻ കേട്ട് അല്ലേ? സാറ് പറയുന്ന കാര്യങ്ങളും അല്ലേ, സാറ് പറയുന്ന മെത്തേഡും സാറ് പറയുന്ന ട്രിക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക? മക്കൾ എന്ത് ചെയ്യുക? പുതിയ ബുക്കിലേക്കോ വലിയ ചെറിയ നോട്ട് ബുക്കിലേക്കോ ചെറിയ A4കളിലൊക്കെ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. എടാ മക്കളെ ഞാൻ പറയട്ടെടാ, ഇപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടു എന്ന് കരുതിക്കോളി. എടാ ഇപ്പം നിങ്ങൾ മാക്സിമം കഷ്ടപ്പെട്ടോ. എടാ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടാ ഇതിൻ്റെ റിസൾട്ടൊക്കെ എപ്പോഴാണ് വരികടാ? ആ മാർച്ച് അല്ലേ? മാർച്ചിൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് മെയ് ഏപ്രിൽ അല്ലേ? ഏപ്രിലാവുമ്പോൾ നമുക്ക് റിസൾട്ട് വരും അല്ലേ? ഏപ്രിൽ മെയ്യിലാവുമ്പോൾ നമുക്ക് റിസൾട്ട് വരുന്ന സമയത്തടാ ആ മെയ് മാസത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കാത്ത സന്തോഷമായിരിക്കും നമുക്ക് മെയ്യിൽ കിട്ടുക. സോ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി മക്കളെ, ആ ഒരൊറ്റ സന്തോഷത്തിന് വേണ്ടി, ആ ഒരൊറ്റ ഹാപ്പിനെസിന്റെ ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി എടാ ആ ഒരൊറ്റ ദിവസത്തെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിരിക്കും മക്കളെ നിങ്ങളെ SSLCന്റെ മാർക്കിന്റെ സമയത്ത്, ആ റിസൾട്ടിന്റെ സമയത്ത്. അതൊരു ഭംഗി ഉണ്ടടാ അതിന്. ആ റിസൾട്ടിന്റെ സമയത്ത് ഒരു ഭംഗി ഉണ്ടാവും. എടാ ആ റിസൾട്ടിന് മക്കൾ എന്ത് ചെയ്യാടാ? ആ റിസൾട്ടിന് വേണ്ടി മാത്രം പഠിക്കുക. ആടാ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെ, രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് അവസാനം മക്കളെ നമുക്ക് റിസൾട്ടിന് സമയത്ത് ഉണ്ടാവുന്ന സന്തോഷം ഒന്നും ഉണ്ടാവില്ലടാ. പാരൻസിന് സന്തോഷം ഉണ്ടാവില്ലേ? അത് മക്കളെ നമുക്ക് എന്ത് ചെയ്യാടാ? എത്രത്തോളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത സന്തോഷമായിരിക്കും അത്. എത്രത്തോളം ലൈഫിൽ നേടിക്കഴിഞ്ഞാൽ കിട്ടാൻ സന്തോഷമായിരിക്കും അത്. എടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നടാ മക്കളെ, എല്ലാവർക്കും വേണ്ടി മക്കളെ ഈ യൂട്യൂബിലെ ഈ ഒരു സെക്ഷന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമ്മാനിച്ചു തന്നത്. റെഡിയാണോടാ? സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ടതാ? മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങളെ പല ഫ്രണ്ട്സുകളിലും അല്ലേ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ല മക്കളെ നിങ്ങൾക്ക്. എന്തിനുമായിട്ടടാ? എന്താണ് പഠിക്കേണ്ടത് അറിയില്ല, എവിടെ തുടങ്ങണം എന്നറിയില്ല അല്ലേ? ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരിക. എവിടെ തുടങ്ങണം? പാഠം കെമിസ്ട്രി ഉണ്ട്, പാഠം ഫിസിക്സ് ഉണ്ട്, എവിടെ തുടങ്ങണം നിങ്ങൾക്ക് അറിയില്ല. അപ്പള മക്കൾ എന്ത് ചെയ്യുന്നതടാ? ഇങ്ങനെ ഒരു ചാനലുള്ളത്. ആ ഒരു ചാനലിലെ എല്ലാ ടോപ്പിക്കും അല്ലെ, സർക്കിൾസിൻ്റെ ടോപ്പിക്ക് മാത്സിൻ്റെ ആയിട്ടും പിന്നെ അതുപോലെ ഫിസിക്സിൻ്റെ ടോപ്പിക്കായിട്ടും കെമിസ്ട്രിയുടെ ടോപ്പിക്കായിട്ടും എല്ലാ ടോപ്പിക്കും മക്കൾ നിങ്ങൾക്ക് മുമ്പിൽ സമ്മാനിച്ചിട്ടടാ മാക്സിമം എന്താ നിങ്ങളെ കൊണ്ട് അല്ലെ നിങ്ങളെ കൂടെ എന്ത് ചെയ്യുക? ഈ ഒരു കംപ്ലീറ്റ് അല്ലെ ഈ ഒരു ക്രിസ്മസ് കഴിഞ്ഞ് ഈ മോഡൽ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാം വരെയുള്ള കംപ്ലീറ്റ് ടോപ്പിക്കുകളായിട്ട് മക്കളെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. റെഡിയാണോ? സോ എന്ത് ചെയ്യടാ? നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക. കാരണം എന്താടാ അവരോടാ എന്താ അറിയാതെ പോയിട്ടുണ്ടാവും അല്ലെ? അവരെന്ത് ചെയ്യൂടാ? എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം, എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്തവർക്ക് കാണിച്ചു കൊടുക്കുക മക്കളെ. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, അതിന്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു, അത് റിലേറ്റഡുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ചാപ്റ്റർ കോൺസെപ്റ്റ് കഴിഞ്ഞു, അത് റിലേറ്റഡുള്ള പ്രീവിയസ്. അടാ അങ്ങനെ പഠിക്കണടാ. കോൺസെപ്റ്റിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ആ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് ചോദിക്കുള്ളൂ, തിരിച്ചു മറിച്ച് ചോദിക്കുള്ളൂ.
റെഡി ആണോടോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ, ഫുൾ പവറോടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നോക്കിക്കോ, ഹൗ മെനി കാർബൺ ആറ്റം ആർ ദർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതെന്ത് ചെയ്യുവാടാ, പാരന്റ് ചെയിൻ ആയി മാറി, മെയിൻ ചെയിൻ ആയി മാറി. ഇവിടെ എന്താ ലോങ്സ്റ്റ് ചെയിൻ, രണ്ടും സെയിം ആണ്. പാരന്റ് ചെയിനിൽ എത്ര കാർബൺ നോക്കുക, എടാ 1 2 3 4 5, എത്ര ഉണ്ടടാ, 5 കാർബൺ ആറ്റം. സോ എത്ര ഉണ്ടടാ, 5 കാർബൺ ആറ്റം ട്ടോ. എടാ മക്കൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഗീവ് ദ നെയിം ഓഫ് ദ ബ്രാഞ്ച്. ബ്രാഞ്ച് ഇതിൽ ഏതാ, CH3 അല്ലടാ. അവൻ നമ്മൾ എന്ത് പറയടാ, മീഥൈൽ ബ്രാഞ്ച് എന്ന് പറയും. എന്ത് ബ്രാഞ്ച് എടാ, മീഥൈൽ ബ്രാഞ്ച്. വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. എടാ ഇങ്ങനെ സമയത്ത് ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രടാ, 4 ആണ്. എടാ തിരിച്ചെണ്ണാൻ വേണ്ടി പോട്ടോടാ, തിരിച്ചെണ്ണാൻ വേണ്ടി പോവാ, 1 2 3 4 5. എടാ അങ്ങനെയാണ് മക്കളെ ബ്രാഞ്ച് എത്രാമത്തെ പൊസിഷനെ കിട്ടിയതാ, രണ്ടാമത്തേലടാ. സോ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എത്രടാ, 2. റെഡിയാണോ? IUPAC നെയിം അല്ലേ, IUPAC നെയിം നോക്കിയാലോടാ. സോ അങ്ങനെയാണ് മക്കളെ രണ്ടാമത്തെ മേലടാ ബ്രാഞ്ച് 2 മീഥൈൽ അല്ലേ, 2 മീഥൈൽ. എത്ര കാർബൺ ഇടാ, 5 കാർബൺ. നമ്മൾ എന്ത് പറയടാ, പെന്റ് എന്ന് പറയും അല്ലേ. സിംഗിൾ ബോണ്ട് ആയത് കൊണ്ട് കുഞ്ഞോ എന്താടാ മക്കളെ പറയാ, ANE അല്ലടാ, ANE അല്ലേ, സെറ്റ് അല്ലടാ. സോ 3 മാർക്ക് എന്തേടാ, 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്, പുഷ്പം പോലെ എഴുതിർത്തത്. റെഡി ആണോടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ ഇത് ഏതായിരിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യാ, വിട്ടു തരികയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. CnH2n+2 ആൽക്കെയിൻ ആണ് അല്ലേ. ആൽക്കെയിൻ ആണെങ്കിൽ CnH2n-2 എന്തായിരിക്കും മക്കളെ, എന്താ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കമന്റ് ബോക്സുകളെ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ കൊണ്ട് കമന്റ് ബോക്സ് എന്ത് ചെയ്യുക, സെറ്റപ്പ് ആക്കി കൊടുക്കുക. റെഡി ആണോടോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ നോക്കിക്കോടാ, ഈ സംയുക്തത്തിന്റെ നാമം IUPAC പേര് എഴുതാനാ ചോദിച്ചിട്ടുള്ളത് മക്കളെ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടടാ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. എടാ 1 2 3 4. റെഡിയാണോ? 1 2 3 4. ക്ലിയർ ആണോടാ? എത്ര കാർബൺ ആറ്റം ഉണ്ടടാ കുഞ്ഞോ, 4 കാർബൺ ആറ്റം ഉണ്ട് മക്കളെ. പേര് പറയടാ, പേര് പറയടാ. യെസ്, എന്തേടാ, ബ്യൂട്ട് അല്ലേ, ബ്യൂട്ട്. എടാ ഒന്നാമത്തെ മേലടാ, ബ്യൂട്ട് 1ENE. റെഡിയാണോ? ബ്യൂട്ട് 1ENE. എന്തുകൊണ്ട് ENE എടുക്കാൻ കാരണം മക്കളെ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ അല്ലേ കൊടുക്കുക അല്ലേ, അതുകൊണ്ടാട്ടോടാ ബ്യൂട്ട് 1ENE കൊടുക്കാൻ കാരണം. അല്ലെങ്കിൽ ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ മക്കളെ. ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യില്ല, നോ പ്രോബ്ലം, നെഹി പ്രശ്നം മാലൂം ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോ, ഇതിന്റെ തന്മാത്ര സൂത്രം എന്താണ് മക്കളെ? എത്ര കാർബൺ ആറ്റം ഉണ്ടടാ, 4 കാർബൺ ആറ്റം. എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ടടാ, 3 4 5 6 7 8 ഹൈഡ്രജൻ. ഇതിന് ശേഷം വരുന്നതും തൊട്ടടുത്തുള്ളതുമായ ഹോമോലോഗസ് തന്മാത്രസൂത്രം എഴുതുക. എടാ C1H1, എടാ C1H2 കേട്ടോ, C2H4 C3H6 നോക്കിക്കോ. അടുത്ത എന്താണ്, C4H8 ആണ് മക്കളെ. നെക്സ്റ്റ് ഹോമോലോഗസ് തന്മാത്ര സൂത്രം അല്ലെ, നെക്സ്റ്റ് ഹോമോലോഗസ് സീരീസിന്റെ മോളിക്കുലാർ ഫോർമുല. അപ്പൊ എന്താ ചെയ്യൂടാ, C5H10 കേട്ടോ, C5H10. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ നമുക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ അതൊക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. CH3 CH2 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 CH3 CH3 CH2 CH2 OH CH3 CH2 CH2 Cl CH3 CH2 O CH3 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 CH2 CH3 Cl. എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. എന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻ നോക്കാം. ഐസോമർസ് ജോഡികൾ എന്ത് ചെയ്യാ, കണ്ടെത്തുക. ഇതിൽ തന്നിരിക്കുന്ന ഐസോമർ സ്പേസ് ഏതൊക്കെ? എടാ OH ആരുമാരിയ പ്യാരി പ്യാരി പ്യാരി. എടാ ഓയുമായിട്ടല്ലേ, ഈതറുമായിട്ടല്ലേ. സോ OH ബണ്ടടാ. ഇനി ഈതർ എവിടെ ഉണ്ടോ നോക്കുക. എടാ ഈതർ എസ് ഇവിടെ ഉണ്ട്. സോ നോക്കിക്കോ. എടാ 2ഉം 4ഉം ഒരു ജോഡിയാണ് അല്ലെ, 2ഉം 4ഉം മക്കളെ ഒരു ജോഡിയാണ്. വേറെ പാരായിരിക്കും ജോഡി ഉണ്ടാവുക നോക്കിക്കോ. നമുക്ക് ഐസോമറിസം കഴിഞ്ഞു അല്ലെ. ഇനി പൊസിഷൻ നോക്കണ്ടോ നോക്കോ. യെസ് നോക്കിക്കോ. 1 ഇങ്ങനെ ഉണ്ട് കേട്ടോ, 1 2 3. ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്തത് മക്കളെ ഫസ്റ്റ് കാർബൺ വേണ്ട. അങ്ങോട്ട് നോക്കിക്കോ, 1 2 3. റെഡിയാണോ? ഇപ്പൊ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത് രണ്ടാമത്തെ കാർബൺ വേണം. സോ മക്കളെ ഈ മൂന്നാമത്തവനും ഈ ആറാമത്തവനും കേട്ടോ, മൂന്നാമത്തവനും ആറാമത്തവനും എന്താണ് മക്കളെ? മൂന്നാമത്തവനും ആറാമത്തവനും എന്ത് ഐസോമറിസമാണ് മക്കളെ? പൊസിഷണൽ ഐസോമറിസം. ഫസ്റ്റത്തെ 2ഉം 4ഉം ഏതാണ് മക്കളെ? ഫങ്ഷണൽ ഐസോമറിസം.
റെഡി ആണോ? സോ ഇനി അവിടുത്തെ നോക്കിക്കോട്ടോ. അപ്പൊ ഇവനും കട്ട് ചെയ്തു, ഇവനും കട്ട് ചെയ്തു. പിന്നെ 1 4 1 5 നോക്കടാ അല്ലേ? 1 2 3 4 5 അല്ലേ മക്കളെ? ഇപ്പൊ ഈ സ്ട്രക്ചർ നോക്കടാ, ഇതിനെ ചെയിൻ മാറ്റിയിട്ടില്ലേ? എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രടാ? ടോട്ടൽ മെയിൻ ചെയിൻ ഒന്നല്ല, ടോട്ടൽ കാർബൺ ആറ്റം എത്രടാ? 5 അല്ലേ? സോ ഇവിടെ എത്രടാ? 5. ഇവിടെ എത്രടാ? 5. സോ 2 ആൾക്കാരോടാ ഒരേ കാർബണാ, പക്ഷെ എന്ത് ചെയ്തുടാ? ചെയിന് മാത്രം വ്യത്യാസപ്പെട്ടു. അങ്ങനെ മക്കളെ ഒന്നാമത്തവനും 5ാമത്തവനും എന്ത് ഐസോമറിസമാണ് മക്കളെ? ചെയിൻ ഐസോമറിസം. റെഡിയാണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫങ്ഷണൽ ഐസോമർ ജോഡികൾ ഏതെല്ലാം? അതായത് ഫങ്ഷണൽ ഐസോമേഴ്സ് ഏതെല്ലാം? റെഡിയാണോ? സോ നോക്കിക്കോടാ, ഒന്നാമത്തവനും 5ാമത്തവനും ചെയിൻ ആണെങ്കിൽ 2ഉം 4ഉം ഏത് ഐസോമർ? ഫങ്ഷണൽ ഐസോമർ. അപ്പൊ മക്കളെ ഇതിന് ഉത്തരം എന്തായിരിക്കൂടാ? 2 and പിന്നെ അതുപോലെ തന്നെ എന്താടാ? 4. സോ ഇവന്മാരാണോടാ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയപ്പെടുന്നത്. റെഡിയാണോടാ? റെഡിയാണോ? പവർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് എടാ കാണുമ്പൻ ഈതയിലായിരിക്കും, കാണുന്നവൻ എന്തായിരിക്കോടാ? ഈതയിൽ ബ്രാഞ്ച് ആയിരിക്കും. പക്ഷെ എണ്ണിക്കഴിഞ്ഞാൽ എന്തായി മാറൂടാ? മീതയിലായി മാറും അല്ലെ? കണ്ടു കഴിഞ്ഞാൽ ഈതയില, പക്ഷെ എണ്ണിക്കഴിഞ്ഞാൽ അത് എന്തായി മാറി? മീതയിലായി മാറി. സോ അവൻ നിങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ചു മറിച്ച് എണ്ണണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത കോൺസെപ്റ്റ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കണ്ടാൽ ഈതയില്, എണ്ണിക്കഴിഞ്ഞാൽ മീതയില് അല്ലെ? ചില ആളുകൾ ഉണ്ടാവൂടാ അല്ലെ? ഓലപ്പോ അടുത്ത് കൂടി കഴിഞ്ഞാൽ അല്ലെ ഓല് കാണുമ്പോ എന്തെയും പച്ച പാവങ്ങളായിരിക്കും, പക്ഷെ ഓലപ്പോ അടുത്ത് കൂടി കഴിഞ്ഞാലോ അത്രയും വലിയ ഉടായ്മ പിന്നെ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവൂല അല്ലെ? നമുക്കൊക്കെ അങ്ങനത്തെ കുറെ കൂട്ടുകെട്ട് ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ പാവം, പിന്നെ മറ്റേ അടുത്ത് കൂടി കഴിഞ്ഞാല് ഇല്ലിൽ ഏറ്റവും വലിയ ഉടായി പോകാനല്ലാതെ വേറെ ആരും ഉണ്ടാവൂല അല്ലെ? അതുപോലെ തന്നെ മക്കളെ ഇവന്മാരും കണ്ടു കഴിഞ്ഞാൽ ഈതയില് അല്ലെ, എണ്ണിക്കഴിഞ്ഞാൽ ഏതാ? മീതയില്. നോക്കല്ലേ നമ്മൾ ആദ്യം ഇങ്ങനെ എണ്ണാൻ വേണ്ടി പോട്ടോടാ. 1 2 3 4 5. ഓക്കെ, ഇനി വേറെ രീതിയിൽ എണ്ണാൻ വേണ്ടി പോട്ടോ. എടാ ഇങ്ങനെ എണ്ണ സമയത്ത്, ചുമപ്പിൽ എണ്ണ സമയത്ത് എനിക്ക് തോന്നുന്നത് 4ാമത്തെയും വേണടാ ഈതയിൽ ബ്രാഞ്ച് കിട്ടുക. ഇനി തിരിച്ചെണ്ണാൻ വേണ്ടി പോട്ടോ. 1 2 3 4 5 6. എടാ IUPAC റൂളിലെ ഫസ്റ്റ് റൂൾ എന്താ മക്കളെ? ലോങ്സ്റ്റ് നമ്പർ ഓഫ് കാർബൺ ചെയിൻ ഷുഡ് ബി സെലക്ടഡ് അല്ലേ? ഇല്ലി തന്നെടാ ഏറ്റവും വലിയ കാർബൺ ചെയിൻ എന്തേനടാ? സെലക്ട് ചെയ്യണ്ടേ? ചെയ്യണല്ലോ അല്ലേ? സോ അങ്ങനെയാണ് മക്കളെ ഞാൻ ഏത് സെലക്ട് ചെയ്തടാ? നീനെ സെലക്ട് ചെയ്തു. എടാ നീനെ സെലക്ട് ചെയ്ത സമയത്ത് 3ാമത്തെ മക്കളെ ഒരു ബ്രാഞ്ച് വന്നത്. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഈ ഹൈഡ്രോ കാർബൺ തന്മാസൂത്രം എത്ര കാർബണടാ? ടോട്ടൽ നമ്പർ ഓഫ് 1 2 3 4 5 6 7 ഇല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് 7 കാർബൺ ആറ്റം എത്ര ഐറ്റം ഉണ്ട്? 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഹൈഡ്രജൻ ഉണ്ട്. ചില ആളുകൾ ചെയ്യുന്ന സമയത്ത് ഈ തന്മാസൂത്രം ചെയ്യുന്ന സമയത്ത് ഇത് കൂട്ടൂല. അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ കൂട്ടും. തന്മാസൂത്രത്തിന് ബ്രാഞ്ചോ പൊസിഷനോ ശാഖയോ ഒന്നുമില്ല. എത്ര കാർബൺ ഉണ്ടോ, 6 സ്ട്രക്ചറിൽ എത്ര കാർബൺ ഉണ്ടോ, എത്ര ഹൈഡ്രജൻ ഉണ്ടോ, അതാണ് തന്മാസൂത്രം നമ്മൾ എഴുതേണ്ടത്. റെഡിയാണോ? ചില ആളുകൾ എന്ത് ചെയ്യും അല്ലെ? ചില ആളുകൾ എന്ത് ചെയ്യും? ബ്രാഞ്ചിനെ കൂട്ടൂല. പക്ഷെ അത് തെറ്റാട്ടോ. നമുക്ക് തന്മാസൂത്രം എഴുതുന്ന സമയത്ത് എത്ര കാർബൺ ഉണ്ടോ, എത്ര ഹൈഡ്രജൻ ഉണ്ടോ, സോ അതാണ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ക്ലിയർ ആണോ? സോ അങ്ങനെയാണ് മക്കളെ ഇതിലെ ശാഖയുടെ പേരെന്ത്? ഓക്കെ അല്ലേ? ശാഖ ബ്രാഞ്ചിന്റെ പേരെന്താടാ? ഈതയിലാണോ? അല്ല, എന്താടാ? മീതയിൽ ട്ടോ. ആരാണടാ? മീതയിൽ ട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ സമയത്ത് 3ാമത്തെയല്ലടാ എന്ത് കിട്ടിയതാടാ? മീതയിൽ ബ്രാഞ്ച് കിട്ടിയത് അല്ലേ? യെസ്. റെഡി ആണോ? ഈ ഹൈഡ്രോ കാർബണിന്റെ IUPAC ഇതിന്റെ പേര് എഴുതാനാ പറഞ്ഞുള്ളത്. നോക്കാം, നമുക്ക് പേര് എഴുതി നോക്കാം കേട്ടോ. സോ നോക്കിക്കോ, എടാ 3ാമത്തെയും ഉള്ളത്. സോ 3 മീതൈൽ. എത്ര കാർബൺ ഉണ്ട് കുഞ്ഞോ? എത്ര കാർബൺ ഇടാ അല്ലേ? എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. നമ്മൾ എന്ത് പറയടാ? ഹെക്സൈൻ. എന്താണ്? ഹെക്സൈൻ. റെഡി ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോഹരമായിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, ഒരു നല്ല കോട്ട് ഉണ്ടായിരിക്കുന്നു അല്ലെ? ജയിക്കൂലായിരിക്കും പക്ഷേ പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ അല്ലേ? ചില സമയങ്ങളിൽ എന്ത് ചെയ്യൂടാ? ജയിക്കൂലായിരിക്കും അല്ലേ? ചിലപ്പോ ഇങ്ങനെ എന്ത് ചെയ്യുക? ക്ലാസ്സിന്റെ ടോപ്പർ ഒന്നും ആയിരിക്കും അല്ലേ? പക്ഷെ എന്ത് ചെയ്യടാ? തോറ്റു കൊടുക്കാൻ എന്ത് ചെയ്യില്ല? നമ്മള്
നമ്മള് തോറ്റു കൊടുക്കാൻ നമ്മൾ എന്തെയില്ല ഒരിക്കലും വിട്ടു കൊടുക്കൂല അല്ലെ, തോറ്റു കൊടുക്കാതെ എന്ത് ചെയ്യാം മാക്സിമം പൊരുത അല്ലെ, മാക്സിമം എന്ന് പറയാം മാക്സിമം പൊരുത അല്ലെ, എന്നിട്ട് തോറ്റൊരു കുഴപ്പമില്ല, പൊരുതി തോറ്റെന്ന് പറയാം നമുക്ക് അല്ലെ. പക്ഷെ എന്താ ചെയ്യാ മാക്സിമം എന്ത് ചെയ്യാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിനിന്റെ വരിക്കാണ്. എടാ ട്രെയിൻ എന്ത് ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളിലാണ് എന്ത് അല്ലെ, ഓരോ മറ്റേ സ്റ്റേഷനെത്തുമ്പോഴാണ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിൻ അതങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കും അല്ലെ. അപ്പോൾ ആ ട്രെയിനിന്റെ വരിക്കാണ് നമ്മളും ട്രെയിനിന്റെ വരിക്കുക അല്ലെ. ഒരു സ്റ്റേഷൻ അതായത് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് എടുക്കാം അല്ലെ. അപ്പൊ ഓണം വരിക, ക്രിസ്മസ് വരിക, ബ്രേക്ക് എടുക്കുക, ഒരു 5 മിനിറ്റ്, ഒരു 5 ദിവസം 2 ദിവസം ബ്രേക്ക് എടുക്കുക മക്കളെ. അതിനുശേഷം എന്ത് ചെയ്യുക വീണ്ടും ഓടാൻ തുടങ്ങണം അല്ലെ. അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാല് കാലാകാലം എന്ത് ചെയ്യടാ അവിടെ തന്നെ നിൽക്കേണ്ടി വരും അല്ലെ. പിന്നും ബ്രേക്ക് എടുത്തിട്ടെങ്കിലും പോലും ബ്രേക്ക് 1-2 ദിവസം എടുക്കുക അല്ലെ. എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാ ഓടിക്കൊണ്ടിരിക്കട്ടോ. സോ അതാണ് ഈ ഒരു കോട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ നല്ലൊരു കോട്ടിലൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാലോ. നോക്കിക്കോട്ടോ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റപ്പ് ആക്കി കൊടുക്കാം. വാ എടാ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് an organic compound is given below അല്ലേ. ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട് CH3 CH2O CH3. ഐഡന്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ മക്കളെ? ഓ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരാടാ മക്കളെ? ഈതർ ആണ്. റെഡി ആണോ? സോ നെക്സ്റ്റ് നോക്കിക്കോ. വാട്ട് ആർ ദ കോമ്പൗണ്ട് വിത്ത് ദ ഗിവൺ ഫങ്ഷണൽ ഗ്രൂപ്പ് കോമൺലി കോൾഡ് അല്ലെ. വാട്ട് ആർ ദ കോമ്പൗണ്ട്സ് വിത്ത് ദ ഗിവൺ ഫങ്ഷണൽ ഗ്രൂപ്പ് കോമൺലി കോൾഡ് അല്ലെ. ഈ ഒരു ഗിവൺ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കോമൺലി പറയുന്ന പേരെന്താണ്? ഓക്സി ഗ്രൂപ്പ് എന്ന് പറയും കേട്ടോ. നമ്മൾ പറഞ്ഞ മെത്തോക്സിയിലെ അങ്ങനെ ഓക്സി ഗ്രൂപ്പാണ് ഇതിനെ പറയുന്നത്. Find the structural formula of each functional isomer അല്ലെ. അതിന്റെ ഫങ്ഷണൽ ഐസോമർ അല്ലെ. എടാ ഓക്ക് സിമിലാരിറ്റി കാണിക്കുന്ന ഫങ്ഷണൽ ഐസോമർ ആരാടാ? OH അല്ലടാ. പറയുടെ പേര് CH3 CH2 OH. റെഡി ആണോ? അപ്പോൾ അതിന്റെ കഴിഞ്ഞു. പക്ഷെ അതിന്റെ പേര് ഇട്ട് കൊടുക്കണം കേട്ടോ. അവിടെ 1 2 3 OH എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഇങ്ങനെ 1 2 3 ഇട്ടാൽ തെറ്റാണ്. ഓശന് 3 കിട്ടുക. പക്ഷെ ഓശ നമുക്ക് എന്ത് കൊടുക്കണം? ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. സോ അതുകൊണ്ട് 1 കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ മക്കൾ ഇതിന്റെ പേര് പറയടാ അല്ലെ. 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN, പിന്നെന്താണ് പ്രൊപ്പനോൾ. റെഡി ആണോ? പ്രൊപ്പാൻ 1 ഓൾ എഴുതാനും കുഴപ്പമില്ല, പ്രൊപ്പാൻ 1 ഓൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പ്രൊപ്പനോൾ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ സാറേ ഈ എന്താണൊക്കെ ചോദിച്ചു. അതിന്റെ മക്കളെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഈ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ഡിസ്കസ് സമയത്ത് വവ്വൽ റൂള് ഒരു ഈ കഷ്ടയുണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പുതിയതായിട്ട് കാണുന്നവരെന്ത് ചെയ്യാ ആ ഫസ്റ്റത്തെ സെക്ഷൻ എന്ത് ചെയ്യാ കണ്ടിട്ട് വരണം കേട്ടോ. റെഡി ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടോ മക്കളവിടെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിക്കോ. CH3 CH2 OH എന്നിട്ടുണ്ട്. ഈ സംയുക്തത്തിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ തിരിച്ചറിയുക. ഏതായിരിക്കും ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്? എടാ ആൽക്കഹോൾ ആയിരിക്കും. എന്താടാ? ആൽക്കഹോൾ എന്നതിലും കുഴപ്പമില്ല, ഹൈഡ്രോക്സൈഡ് എന്നതിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ എഴുതിക്കോളി മക്കളെ. ഇതിന്റെ IUPAC നാമം മക്കളെ OH നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. അപ്പൊ ഇവിടുന്ന് 2 കേട്ടോ. 1 2 3. സോ മക്കളെ പേര് പറയടാ പ്രൊപ്പാൻ. കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. പ്രൊപ്പാൻ 1 ഓൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല, നോ പ്രശ്നം അല്ലേ. നമുക്ക് എന്ത് പ്രശ്നം? ഹൈഡ്രോ കാർബണിനെ തന്മാത്രമാക്കിയ C4H10 ആണ്. സോ ഇതിലൊരു ശാഖയുള്ള ഹൈഡ്രോ കാർബൺ ആണ്. സോ ഇതിലെ ശാഖയായി വരുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്. കുറച്ച് വാല്യൂസ് അല്ലെ, കുറച്ച് ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സോ ഈ ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ വരക്കാനായിരിക്കും ചോദിച്ചാൽ അല്ലെ. ഘടനാവാക്യം അഥവാ സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് ഉണ്ടാക്കണം. റെഡി ആണോ? സോ ഇവിടെ എത്ര കാർബൺ ആണ് ടോട്ടലി? ഇതിന്റെ മോളിക്യുലർ ഫോർമുല എത്രടാ? C4H10 ആണ്. ടോട്ടൽ 4 കാർബൺ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത് ഇതിലൊരു ശാഖയായി വരുന്നത് ആരാ മക്കളെ? മീഥൈൽ ബ്രാഞ്ചാണ് ഉള്ളത്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 3 കാർബൺ കൊടുക്കുക. ഓക്കെ, അതിലൊരു ശാഖ കൊടുക്കുക. റെഡി ആണോ? അതിലെന്ത് ചെയ്യുക? ഒരു ശാഖ കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്ന ടോപ്പിക് ഇത്രേ ഉള്ളൂ. അതായത് ഇവിടെ 3 കാർബൺ ടോട്ടൽ. ഇവിടെ ഈ ഒരു ചെയിനിൽ എത്ര എണ്ണം? 4 കാർബൺ വരിക. അതിൽ തന്നെ ഒന്നില് ശാഖയാണ്, മീഥൈൽ ഗ്രൂപ്പ് ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അതാണ് ഒരു കുറച്ചൊരു ഐഡിയ കിട്ടേണ്ടത്. ടോട്ടലി ഈ സ്ട്രക്ചറിൽ 4 കാർബൺ ഇവിടെ വരാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഒരു ശാഖ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ 3 കാർബൺ കൊടുത്തിട്ട് ഒരു ശാഖയാക്കി കൊടുത്തു. നിങ്ങൾ ഫില്ലപ്പ് ആക്കിക്കോളി മക്കളെ. ഇവിടെ CH3 വരും. ഇവിടെ എത്ര വരും? CH വരും. ഇവിടെ CH3 വരും. സോ ഇപ്പോൾ ഇവിടെ എത്ര വരും? CH3 വരും. സോ നിങ്ങൾ നോക്കിക്കോ. അതേ C4H10 നോക്കാം. 1 2 3 4 കാർബൺ. ഹൈഡ്രജൻ 3 6 9 10 ഹൈഡ്രജൻ C4H10 കറക്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇനി മക്കൾ ഇതിന്റെ പേര് കൊടുക്കുക കേട്ടോ. ഇതിന്റെ പേര് കൊടുക്കോളി. 1 2 3 അല്ലെ. അങ്ങനെ മക്കളെ പേര് പറയടാ. 2 മീഥൈൽ എത്ര കാർബൺ ഉണ്ടാകും? 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. 2 മീഥൈൽ പ്രൊപ്പൈൻ എന്ന് കിട്ടും. റെഡി ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോടാ. കിടിലായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. നോക്കിക്കോ.
CH3 CH2 CH2 CH CH3 CH3 ഈ ശാഖയുടെ സ്ഥാനസംഖ്യം അതായത് പൊസിഷൻ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി 1 2 3 4 5 അല്ലേ, ഇങ്ങനെ സമയത്ത് ഫോർത്തിലാണ് ബ്രാഞ്ച് ഉള്ളത്. തിരിച്ചെണ്ണാൻ വേണ്ടി 1 2 3 4. സോ ഇങ്ങനെ സമയത്ത് മക്കളെ 2ലാണ്. സോ പറയടാ, ഇനി പറയേ ഏതിലായിരിക്കും കൂടുതൽ, ഏതിലായിരിക്കും പൊസിഷൻ നമ്പർ കൊടുക്കുക? 2 ആണോ 4 ആണോ? യെസ്, വെരി ഗുഡ്. എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സോ അങ്ങനെ മക്കളെ ശാഖയുടെ പേരെന്ത്? എടാ ഇതിന്റെ ബ്രാഞ്ചിന്റെ പേരേത്? എടാ 2ൽ ഏതാ ഒരു ബ്രാഞ്ച്? എടാ CH3 ബ്രാഞ്ച് അല്ലേ? പറഞ്ഞോളെടാ, ഏത് ബ്രാഞ്ച് ആയിരിക്കും? മീഥൈൽ ബ്രാഞ്ച്. റെഡി ആണോ? സോ മക്കളെ ഈ സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. അതായത് IUPAC പേരെന്താണ്? എടാ 2ലല്ലേ ബ്രാഞ്ച്? ഏതാ ബ്രാഞ്ച്? എടാ CH3 അല്ലേ? പേരെന്താടാ? മീഥൈൽ ബ്രാഞ്ച്. സോ 2ല് 2 മീഥൈൽ അല്ലേ? എത്ര കാർബൺ? എടാ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ. 5 നമ്മൾ എന്ത് പറയും? പെന്റ്. ഒക്കെ എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN ഇട്ട് കൊടുക്കുക. റെഡി ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടോ. സെറ്റപ്പ് ആയിരിക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ ചെയ്തിട്ടുണ്ട് അല്ലേ? എടാ ആ ഒരു സെയിം മെത്തേഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. നോക്കോ. എടാ ഐസോമർ ജോഡികൾ കണ്ടെത്തി അതിൽ ഐസോമർസത്തിന്റെ പേര് എഴുതുക. റെഡി ആണോ? കുറച്ച് ഐസോമർസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഐസോമർസ് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റെഡി ആണോ? എടാ ഞാൻ പറഞ്ഞിട്ടുണ്ടെടാ, OH ആരുമാരോടാ പ്യാരി പേര് ഇഷ്ടപ്പെടുക? OH ആരുമാരെ പ്യാരി പേരി? ഓയുമായിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കണ്ടേ OH എവിടെ ഉണ്ടോ? ഇവിടെ OH ഉണ്ട്. ഇനി O വേറെ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ബിയും ഇയും എന്താണ്ടാ? പ്യാരി പ്യാരിയാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിയും ഇയും മക്കളെ, ബിയും ഈ ഒരു ഐസോമറാ. എടാ ഏത് ഐസോമറാടാ അത്? ഏത് ഐസോമറാ? അവൻ തന്നെ. ഏതായിരിക്കോടാ? ഫങ്ഷണൽ ഐസോമർ. ഏതായിരിക്കോടാ? ഫങ്ഷണൽ ഐസോമർ. അപ്പൊ ബിയും ഇയും കഴിഞ്ഞു. അപ്പൊ ഓനെ കട്ട് ചെയ്തോളി. അപ്പൊ ബിയും ബിയും ഓൾറെഡി കണ്ടെത്തി. നെക്സ്റ്റ് ചോദിക്കോട്ടോടാ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. ഓക്കെ, നമ്മൾ ഈ ഒരു സീറ്റ് നോക്കടാ. അവിടെ എത്ര ഉണ്ട്? 1 2 3 4 5. ഓക്കെ അല്ലേ? സോ 4 ഉണ്ട് കേട്ടോ. ഇവിടെ എത്ര ഉണ്ട്? ഇത് ഈ ചെയിൻ്റെ കേട്ടോടാ. ഇതില്ലല്ല, ഇതില്ല കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ വേറെ ഡി എടുത്തോക്കട്ടെ. ഇതിൽ 4 ഉണ്ട് കേട്ടോ. ഇനി ഡി എടുത്തോക്ക്. 1 2 3 4 5. ഓക്കെ അല്ലേ? എടാ അപ്പൊ മനസ്സിലായടാ, ഈ എയും ഡിയും രണ്ടിലും കാർബൺ എത്ര ഉണ്ടടാ? 5 കാർബൺ ഉണ്ട്. പക്ഷെ ഒരാടെ നേരെയാണോ അല്ലെ? രണ്ടാളും ഒരേ ആകൃതിയിലാണോ? അല്ലല്ലോ, അല്ല. ഒരു ചെയിൻ ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ മക്കളെ ഈ എയും ഈ ഡിയും മക്കളെ A ആൻഡ് D അല്ലെ, അവരെന്തായിരിക്കൂടാ? ചെയിൻ ഐസോമറിസം ആയിരിക്കും. എന്താടാ? ചെയിൻ ഐസോമറിസം. അവരുടെ ചെയിൻ ആണ് കുഞ്ഞോ മാറിയിട്ട് അവൻ എന്തായിരിക്കൂടാ? ചെയിൻ ഐസോമറിസം. ഇനി മക്കളെ C നോക്കിക്കോടാ. സിയിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 മാത്രമേ ഉള്ളൂ. ഇനി F നോക്കിക്കോ. 1 2 3. റെഡി ആണോ? അവിടെ എത്ര ഉള്ളൂ? 1 2 3. എന്തും കാണിക്കുന്നുണ്ടോ അല്ലെ? എന്തല്ല ഒരു ഐസോമർ ഒന്നല്ല കേട്ടോ. സോ നമുക്ക് ആകെപ്പാട് 2 ഐസോമർ. ഒന്ന് ബിയും ഇയും എന്താണ്? ഫങ്ഷണൽ ഐസോമർ. എയും ഡിയും എന്താണ്? ചെയിൻ ഐസോമർ. റെഡി ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. കിടലിനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ OH നമ്മൾ എന്ത് പറയടാ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഥവാ ആൽക്കഹോൾ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മക്കളെ COH നമ്മൾ എന്ത് പറയടാ? കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെ? കാർബോക്സിലിക് ഗ്രൂപ്പ് അഥവാ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാലും നോ പ്രശ്നം ഹേ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. കിടലിനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബെൻസീന്, ഫീനോള്, ബെൻസോയിക് ആസിഡ്, അനിലിന്, ബെൻസോഫീനോൾ, അനിസോൾ, ബെൻസാൾഡിഹൈഡ്. ഇതിന്റെയൊക്കെ സ്ട്രക്ചർ വരക്കാൻ വേണ്ടി നമുക്ക് നോക്കണം. റെഡി ആണോ? എടാ നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ആരെ വരക്കണടാ? ബെൻസീനെ വരക്കാൻ വേണ്ടി പോട്ടോ. ആദ്യം ഞാൻ ആരെ വരക്കാൻ വേണ്ടി പോവാണ് കുഞ്ഞോ? ബെൻസീനെ വരക്കാൻ വേണ്ടി പോട്ടോ. ബെൻസീൻ. ഇതാണ് മക്കളെ എന്താടാ? ബെൻസീന്. ഓക്കെ അല്ലേ? എടാ ഇത് നിങ്ങൾക്ക് പഠിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ബെൻസോഫീനോൾ നിങ്ങൾക്ക് പഠിക്കാമല്ലോ കേട്ടോ. +1 പഠിക്കാനുള്ളത്. അനിസോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ +2 ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ. സോ ബെൻസീൻ ഉണ്ട് മക്കളെ. ഇനി ഫീനോൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഫീനോൾ എന്ന് പറഞ്ഞാൽ എന്താ? എടാ ബെൻസീൻ റിങ്ങിന്റെ മേലെ ആര് വന്ന് കയറി കഴിഞ്ഞാൽ എടാ OH വന്ന് കയറി കഴിഞ്ഞാൽ എന്ത് പറയടാ? ഫീനോൾ എന്ന് പറയും. റെഡി ആണോ? നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോടാ. ബെൻസീൻ റിങ്ങിന്റെ മേലെ അല്ലെ COH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയടാ? ബെൻസോയിക് ആസിഡ് എന്ന് പറയും. എടാ ബെൻസീൻ റിങ്ങിന്റെ മേലെ എടാ NH2 വന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് പറയടാ? അനിലിൻ എന്ന് പറയും. എന്ത് പറയടാ? അനിലിൻ. ഇനി ബെൻസീൻ റിങ്ങിന്റെ മേലെ CHO അല്ലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് പറയടാ? ബെൻസാൾഡിഹൈഡ്. എന്ത് പറയടാ? ബെൻസാൾഡിഹൈഡ്. അത് ഇത്തരം മക്കളെ നോക്കിക്കോടാ. ബെൻസീനിൽ എത്ര സിംഗിൾ ബോണ്ട് ഉണ്ടടാ? എടാ ബെൻസീനിൽ എത്ര സിംഗിൾ ബോണ്ട് ഉണ്ടടാ? 12 സിംഗിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. മറന്നു പോകണ്ട. എത്ര സിംഗിൾ ബോണ്ട് ഉണ്ട്? 12 സിംഗിൾ ബോണ്ട്. അതുപോലെ തന്നെ ബെൻസീൻ തന്നെ എത്ര ഡബിൾ ബോണ്ട് ഉണ്ടടാ? എടാ ബെൻസീനിൽ ഡബിൾ ബോണ്ട് എത്ര ഉണ്ടടാ? യെസ്, വെരി ഗുഡ്. എത്ര ഉണ്ടടാ?
3 ഡബിൾ ബോണ്ടും 12 സിംഗിൾ ബോണ്ടാണ് ആരെങ്കിലും മക്കളെ ബെൻസീൻ എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിലുള്ളത് കേട്ടോ. റെഡി ആണോടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സാമിൻ ദ ഫോളോവിങ് കോമ്പൗണ്ട് ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ അല്ലേ. എടാ CH3 CH3 ഉണ്ട്, CH3 CH2 CH2 OH ഉണ്ട്, CH3 CH OH CH3 CH3 CH2 OH. റെഡി ആണോ മക്കളെ? ഇതിൽ ഏതാണ് ഐസോമർ പെയറാണ് ചോദിച്ചിട്ടുള്ളത്? റെഡി ആണോ? എടാ O നോക്കിക്കോളി. O പറഞ്ഞിട്ട് സാറ് ആ ഓക്ക് അതേപോലെ പ്യാരിയുള്ള ഐസോമർ ആരാണ്? OH അല്ലേ. അപ്പൊ ഇവിടെ കുറെ OH ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു OH. ഇതിൽ ആരായിരിക്കും OH മക്കളെ? അന്തമുണ്ടാ എത്ര കാർബൺ ഉണ്ടാ ഈ ഫസ്റ്റത്തില്? 2 കാർബൺ. അപ്പൊ 2 കാർബണിൽ OH അറ്റാച്ച് ചെയ്തത് യെസ് 4-മത്തില്. റെഡിയാണോ? അപ്പൊ 2ഉം അതുപോലെ തന്നെ 4ഉം എന്താ മക്കളെ? ഫങ്ഷണൽ ഐസോമർ FI കൊടുത്തുട്ടോ. റെഡിയാണോ? ഇനി മക്കളെ നോക്കിക്കോ, രണ്ടാമത്തെ നോക്കിക്കോ. അപ്പൊ 1 4 വെട്ടിട്ടോ. ഇനി 2 നോക്കിക്കോ, 1 2 3 അല്ലേ. അപ്പൊ OH അറ്റാച്ച് ചെയ്ത മക്കളെ എത്ര കാർബൺ വേണ്ട? ഫസ്റ്റ് കാർബൺ അല്ലേ. ഇനി നോക്കിക്കോട്ടോ അവിടെ 1 2 3. ഇപ്പൊ OH എത്രാമത്തെ കാർബൺ? രണ്ടാമത്തെ കാർബൺ. സോ ആദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ OH ഫസ്റ്റ് കാർബൺ പിന്നെ അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ OH എത്രാമത്തെ കാർബൺ വേണ്ട? രണ്ടാമത്തെ കാർബൺ വേണം. സോ OHന്റെ പൊസിഷൻ മാറി. സോ ദേ ആർ കോൾഡ് ഫങ്ഷൻ പൊസിഷൻ ഐസോമറിസം. സോ രണ്ടാമത്തവനും അതുപോലെ തന്നെ മൂന്നാമത്തവനും അതുപോലെ തന്നെ മൂന്നാമത്തവനും മക്കളെ എന്താടാ? പൊസിഷണൽ ഐസോമറിസം ആണ്. എന്താടാ? പൊസിഷണൽ ഐസോമർ ആണ്. റെഡിയാണോ? അപ്പൊ 2ഉം 3ഉം എന്താടാ? പൊസിഷണൽ ഐസോമർ ആണ്. റെഡിയാണോ? സോ അത് കഴിഞ്ഞിട്ടോ 2ഉം 3ഉം പൊസിഷണൽ ഐസോമർ. റെഡിയാണോ? സോ അത് കഴിഞ്ഞിട്ടോ വിച്ച് ആർ ദ ഫങ്ഷണൽ ഐസോമർ ഓഫ് CH3 OCH3 അല്ലേ. അതായത് CH3 OCH3യുടെ ഫങ്ഷണൽ ഐസോമർ ആരാടാ? 4 ആണ് കേട്ടോ. കാരണം അതേ മോളിക്കുലർ ഫോർമുല കാണിക്കുന്ന ആര് മാത്രമുള്ളടാ? 4-മത്തവൻ മാത്രമാണ് കേട്ടോ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ നമുക്ക്. എടാ നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കാണുമ്പോൾ അവൻ എന്തായിരിക്കുംടാ? ഈതയിലായിരിക്കും. പക്ഷെ എണ്ണിക്കഴിഞ്ഞാൽ അത് എന്തായി മാറൂടാ? മീതയിലായി മാറും. സോ നോക്കിക്കോട്ടോ, ആദ്യം തന്നെ നമ്മൾ എണ്ണാൻ നോക്കിക്കോ. എടാ 1 2 3 4 5 അല്ലെ. ഇങ്ങനെ എണ്ണ സമയത്ത് 5 കിട്ടും. ഇങ്ങനെ നോക്കിട്ടോ 1 2 3 4 5 6 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? 6. കാരണം മറ്റൊരു രണ്ട് സമയത്ത് 5 അല്ലെ. ഇങ്ങനെ സമയത്ത് 6. ഏത് സെലക്ട് ചെയ്യടാ? ലോങ്സ്റ്റ് നമ്പർ ഓഫ് കാർബൺ അല്ലേ. അതായത് 6 അല്ലടാ? അല്ലേ മക്കളെ? ആണ്. റെഡിയാണോ? സോ write the molecular formula of the hydrocarbon. എത്ര കാർബൺ ഉണ്ടാ? 1 2 3 4 5 6. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? അല്ല, ഒരു കോമ്പൗണ്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ. അപ്പൊ മക്കളെ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 ല്ലേ. 7 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 3 1 2 വീണ്ടും 2 പിന്നെ 3. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? 16 ഹൈഡ്രജൻ ഉണ്ടാവും. ഹൗ മെനി കാർബൺ ആറ്റം ആർ ദേർ ഇൻ ലോങ്സ്റ്റ് ചെയിൻ? അപ്പോൾ നോക്കിക്കോ, ലോങ്സ്റ്റ് ചെയിനിലെ ഇങ്ങനെ സമയത്ത് എന്ത് കിട്ടി നമുക്ക്? 5 കാർബൺ. ഇങ്ങനെ സമയത്ത് 6 കാർബൺ. സോ ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര കാർബൺ ആറ്റം മക്കളെ? 6 കാർബൺ ആറ്റം. റെഡിയാണോ? നെയിം ദ ബ്രാഞ്ച് പ്രസന്റ്. അപ്പൊ ബ്രാഞ്ച് എത്രാമത്തെ കാർബൺ വേണ്ട? 3-മത്തെയാണ് അല്ലെ. നെയിം ദ ബ്രാഞ്ച് പൊസിഷൻ അല്ലേ ചോദിച്ചാൽ, ബ്രാഞ്ചിന്റെ പേര് മാത്രം. അതാരാ മക്കളെ? മീഥൈൽ ബ്രാഞ്ച്. ഏതായിരിക്കോടാ? മീഥൈൽ ബ്രാഞ്ച്. ഇറ്റ്സ് IUPAC നെയിം. ഇതിന്റെ IUPAC പേര് ചോദിച്ചാൽ മക്കളെ 3-മത്തെ മാറടാ? CH3 അല്ലേ. പേരെന്താടാ? 3-മീഥൈൽ. എത്ര കാർബൺ ഉണ്ടാ? 6 കാർബൺ. എന്ത് പറയടാ? ഹെക്സ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE 3-മീഥൈൽ ഹെക്സൈൻ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, ഇത് ചെയ്തല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. യെസ്, ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിലെ പേരെന്താടാ? യെസ്, ബെൻസീൻ ആണ്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് അല്ലേ. എടാ 1 2 3 4 5 6 കാർബൺ. എത്ര ഹൈഡ്രജൻ? 1 2 3 4 5 6 ഹൈഡ്രജൻ. 6 കാർബണും 6 ഹൈഡ്രജൻ. പേരെന്താ മക്കളെ? ഇത് ബെൻസീൻ ആണെന്ന് മനസ്സിലാക്കുക. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. certain facts regarding the organic compounds. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻ 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റം ഉണ്ട് അതിൽ. പിന്നെ അതുപോലെ there are only single bond between the carbon atom. It an alicyclic compound. Write the structure of the compound. സിമ്പിൾ ആണ്. എന്താണ് എടാ? ഒരു 4 കാർബൺ ആറ്റം എടുക്കുക. സോ എന്നിട്ട് അതിന് ഫില്ല് ചെയ്യടാ, ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. കാരണം എല്ലാത്തിനും എന്ത് ബോണ്ടാണ് എടാ? സിംഗിൾ ബോണ്ട് ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുണ്ട് കേട്ടോ. CH3. റെഡിയാണോ? വൈദ്യുത മോളിക്കുലർ ഫോർമുല. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 10 അല്ലേ. 10 ഹൈഡ്രജൻ ഉണ്ട്. വൈദ്യുത സ്ട്രക്ചർ ഓഫ് ആൽക്കീൻ വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല. അതായത്
ആൽക്കിൻ കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചാൽ ആൽക്കിൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് ഉള്ള കാറ്റഗറി അതെന്താണ്? ഇതേ മോളിക്കുലാർ ഫോർമുല ഈ C4H10 എന്ന് പറയുന്ന സെയിം മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് അതേ മോളിക്കുലാർ ഫോർമുല കിട്ടും. അപ്പൊ നോക്കിക്കോ 4 കാർബൺ ആറ്റത്തിന്റെ മോളിക്കുലാർ ഫോർമുല എത്ര അല്ലെ? എങ്ങനെ വരച്ചൊക്കെ 4 എണ്ണം വരച്ചൊക്കെ റെഡിയാണോ? അതിൽ എന്ത് ഉൾപ്പെടുത്തണം? ആൽക്കിൻ. ആൽക്കിൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഡബിൾ ബോണ്ട് ഉൾപ്പെടുത്തുക. ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊടുക്കുക, അവിടെ നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുക. സോ ഇനി നോക്കിക്കോ 1 2 അല്ലെ? ഇനിയിപ്പോൾ എത്ര ഹൈഡ്രജൻ വേണം? 2 ഹൈഡ്രജൻ. ഇവിടെ 1 2 3. ഇനി ഇവിടെ എത്ര വേണം? 1 മതി ഇല്ലേ? 1 2. ഇനി ഇവിടെ എത്ര വേണം? 2 എണ്ണം കൂടി വേണം കേട്ടോ. ഇവിടെ 1 മാത്രം, ഇവിടെ എത്ര? 3 ഹൈഡ്രജൻ. റെഡിയാണോ? സോ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ സ്ട്രക്ചർ അരച്ചേക്കാനാണ് പറയുന്നത്. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ഓർഗാനിക് സംയുക്തത്തെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. CH3COOH ആണ്. സോ ഈ സംയുക്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആൽക്കഹോൾ ആണോ, ഈതർ ആണോ, എസ്റ്റർ ആണോ, ആസിഡ് ആണോ? എടാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. COOH കണ്ടുകഴിഞ്ഞാൽ മക്കൾ അത് ആരാണ് മക്കളെ? ആസിഡ് ആണ് കേട്ടോ. കാർബോക്സിലിക് ആസിഡ് നമ്മൾ കുറച്ച് മുമ്പ് നമുക്കൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് തന്നിട്ടുണ്ടായിരുന്നു. OH ഹൈഡ്രോക്സിൽ. അപ്പൊ COH എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു COH എന്ന് പറഞ്ഞ ഒരു ആസിഡ് ആണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്, കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലേ? സോ മക്കളെ ഇത് ഏതാണ്? ആസിഡ് ആണ്. ഇതിന്റെ IUPAC നാമം എഴുതുക. സോ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട് മക്കളെ? 1 2 അല്ലെ? 2 കാർബൺ ആറ്റം ഉണ്ട്. സോ 2 കാർബൺ ആണെങ്കിൽ മക്കളെ എത്ത് അല്ലെ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN ഈ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. COH മക്കളെ എന്താണ്? ഒയിക് ആസിഡ്, എത്തനോയിക് ആസിഡ് എന്ന് പറയും ഇതിന്റെ പേര് കേട്ടോ. മക്കളെ ഈ സംയുക്തത്തിന്റെ ഏതെങ്കിലും ഒരു ഉപയോഗം പറയൂ. എടാ എത്തനോയിക് ആസിഡ് അല്ലെ? എടാ എത്തനോയിക് ആസിഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെ, കഴിഞ്ഞ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തനോയിക് ആസിഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻസ്. മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി അല്ലേ? അതുപോലെ വിനിഗർ ഉണ്ടാക്കും, മാനുഫാക്ചർ ഓഫ് വിനിഗർ ഏതാണ് മക്കളെ? എത്തനോയിക് ആസിഡ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതാണ് മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കളെ 1ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 1ാമത്തെ ചാപ്റ്ററിൽ മക്കളെ നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു സെക്ഷൻ നമ്മൾ എന്താണ് 1ാം ചാപ്റ്ററിലുള്ള എല്ലാ ടൈപ്പും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് തന്നെ മക്കളെ മാക്സിമം പഠിച്ചേക്കുക. ഈ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? മാക്സിമം ഇത് തന്നെ വീണ്ടും വീണ്ടും കണ്ടുക. മാക്സിമം ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ചെയ്യുക. റെഡിയാണോ? സോ ഇതാണ് മക്കളെ എല്ലാ ടോപ്പിക്കും നമ്മൾ അരിച്ചു പൊറുക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക മക്കളെ? സെറ്റ് ആണ് മക്കളെ. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നെ ക്ലോസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. റെഡിയാണോ? സോ വീണ്ടും എക്സസൈസുമായി കാണാം. താങ്ക് യു കേട്ടോ.